Chinna Chinna Aasai. That's what everybody, even when you say the name of the film, I'm sure they will sing it like this. എനിക്ക് വളരെ റയറായിട്ട് തോന്നുന്നു ഓക്കെ ദിസ് ഇസ് ഗുഡ് വർക്ക് ഗുഡ് വർക്ക് ഗോവിന്ദൻ ജോലി. കഥക്കിന് ഇതിലിപ്പോൾ ഈ പാട്ടിലാണെങ്കിലും നമുക്ക് ലിപ്സിങ്ക് ഇല്ല, അതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഫേസിലാണ് ഇത് വരേണ്ടത്. അപ്പം ദർ ഇസ് സംതിങ് ദാറ്റ് ഉള്ളിൽ തട്ടണം എന്നാണ്. അപ്പം என்னோட சின்ன ஆசை என்னன்னா நான் அவார்ட் வாங்கணும், அவங்க உட்காந்து see, that was the difference between my first film and all other films, including films like Roja, which I did with Mani sir. Mani sir did not tell you what to do. എൻ്റെ ഒരു ഡിസ്കോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ 95 to 97% ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സാണ്. അവരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഇതിലൊരു വളരെ കുറച്ച് സമയം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അച്ഛനും മോളും തമ്മിലുള്ള റാപ്പും ഉണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആണ്, ശരിക്കും ഭയങ്കര രസമാണ്. It is a relationship of two strangers. There is no relationship. It's not boyfriend, it's not husband, it's not friends. It's just two human beings who have a connection, who have a bond. ഇപ്പൊ ഇത് എല്ലാം കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അത് കാണുമ്പോൾ ഭയങ്കര ഇമോഷണലായി. എൻ്റെ അമ്മയും പറഞ്ഞു ഭയങ്കര ഇമോഷണലായി കണ്ടിട്ട്. ചിന്ന ചിന്ന ആസൈ സിനിമയുടെ വിശേഷങ്ങളുമായി മധുബാല, അപർണ ബാലമുരളി, ഗോവിന്ദ് വസന്ത എന്നിവരാണ് നമുക്കിപ്പോൾ ഉള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ മൂവി ടൈറ്റിൽ ചിന്ന ചിന്ന ആസൈ. What's the first thing that crossed your mind when you heard that title? First thing is Chinna Chinna Aasai. That's what everybody, even when you say the name of the film, I'm sure they will sing it like this. Okay. And especially if they see my face, they will immediately, this is the connection it will bring. So I'm very happy about it. And also I want to tell people and everyone that I'm very happy that Chinna Chinna Aasai is taken from my song Chinna Chinna Aasai from Roja. But I want people to not see this as Roja. This is not Roja. It is beyond Roja, different from Roja. But at the same time, it was a kind of bonding and connection. It has the connection and yet it is different. But Chinna Chinna Aasai, immediately you will sing the song Chinna Chinna Aasai. ഈ ടൈറ്റിലും നമ്മുടെ കരകവിയാതെ എന്ന് പറയുന്ന സോങ് കൂടെ വരുമ്പോൾ നമുക്കതിൽ ലവ് കാണാം, അതേസമയം ഒരു ലോങ്ങിങ്, അതേസമയം ഒരു പെയിനോ ഒരു ഡിസ്റ്റൻസോ കൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് കമൻറ്റ് കണ്ടത് വളരെ രസമാണ്. എ കാറ്റ് ഫോളോയിങ് ഇറ്റ്സ് ലവ്ഡ് വൺ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സോങ്ങിൻ്റെ ഒരു എസൻസ് ഈ പടത്തിൻ്റെ ഇതാന്ന് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ആ പാട്ട് വീഡിയോയിലുള്ളത് ഭയങ്കര ക്രൂഷ്യലായിട്ട് ആ പടത്തിനകത്ത് മെയിൻ എന്താ പറയുക ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഇമോഷൻസ് തുടങ്ങുന്ന അവിടെ നിന്നാണ് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ ആ പാട്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞങ്ങൾ ആ പാട്ട് കുറച്ചധികം എന്താ പറയുക പേരൊക്കെ ഓഡീഷനല്ല, കുറച്ച് മനസ്സിൽ ആലോചിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവസാനം ഒരു വോയിസിലോട്ടൊക്കെ എത്തിയത്. സോ ആ പാട്ട് ഡിഡ് എ ലോട്ട് ഓഫ് എഫേർട്ട്. അതിൻ്റെ ലിറിക്സ് ആയാലും അതിന് വേണ്ടി തന്നെ അത് സ്പെഷ്യലായിട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഒരു ഇത് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ഞാൻ അധികം എൻ്റെ റിലീസായ പാട്ടിൽ ഞാൻ അധികം കേൾക്കാറില്ല യൂഷ്വലി. എന്താ അതിനു മുമ്പ് ഒരു 10,000 തവണ കേട്ടിട്ടാണ് ഇറക്കി വിടുന്നത്, പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ റീസെന്റ് എൻ്റെ ചെറിയ മകനുണ്ട്, 1.5 വയസ്സായിട്ടുള്ളൂ. അവനത് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് കരകവിയാതെ. സോ എനിക്കത് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വളരെ റയറായിട്ട് തോന്നുള്ളൂ ഓക്കെ ദിസ് ഇസ് എ ഗുഡ് വർക്ക് ഗോവിന്ദൻ ജോലി. അങ്ങനത്തെ ഒരു സാധനമാണ് ആ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ എന്താണ്? എനിക്ക് ഇതിലെ എല്ലാ ട്രാക്കും ഒന്നാമത്തേന് ഞങ്ങൾ നേരത്തെ തമാശയ്ക്ക് പറയായിരുന്നു മലയാളം, തമിഴ്, ഹിന്ദി എല്ലാം ഉണ്ട്, സാൻസ്ക്രിറ്റും ഉണ്ട്. പക്ഷെ ഇത് ഹോൾ പോയിന്റ് എല്ലാ പാട്ടുകളും ഭയങ്കര നമുക്ക് ഇങ്ങനെ ഉള്ളിൽ തട്ടുന്ന ഇൻ ഡിഫറെന്റ് വേസ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കവിതയാണെങ്കിലും ഇപ്പം എൻ്റെ കഥക് സോങ്ങിൻ്റെ അതാണെങ്കിലും ഇപ്പം നമ്മളൊരു പാട്ട് തമിഴ് പാട്ട് കേട്ടതാണെങ്കിൽ എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ സോൾ എന്ന് അത് എനിക്ക് തോന്നുന്നു നമ്മളെ പൊതുവെ എനിക്ക് ഗോവിന്ദേട്ടൻ്റെ പാട്ടുകളിൽ ഇഷ്ടം. ഐ തിങ്ക് ആസ് എ മ്യൂസിക് ഡയറക്ടർ യു വിൽ ബി ഫേസിങ് വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് തിങ്. അതായത് എല്ലാ പാട്ടും ഭയങ്കര മറ്റേ ഈ പറഞ്ഞ മാതിരി ഒരു ഭയങ്കര മാസ് പടത്തിൽ ഒരു ഭയങ്കര ബഹളമുള്ള സാധനം എല്ലാം കൂടെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ പാട്ടുകളല്ല പൊതുവെ
പുള്ളിയുടെ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ടഫസ്റ്റ് ജോണർ. അപ്പൊ ഇതിലാണെങ്കിലും ഓരോ പാട്ടും ഭയങ്കര സോൾഫുൾ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം. ആൻഡ് കുറെ നാളായി നമ്മൾ പാട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു ഫേസ് വന്നിട്ട്. അപ്പൊ ഐ തിങ്ക് ഇതിലെ പാട്ടുകളൊക്കെ അതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള. ആൻഡ് ഐ ഹോപ്പ് പീപ്പിൾ വിൽ ടേക്ക് ഇറ്റ് ദാറ്റ് വേ. ഐക്കോണിക് ആയിട്ടുള്ള ഡിഫറെന്റ് സോങ്സിന്റെ ഒരു പാട്ടാണ് മാം, മലയാളം ആൻഡ് ഇൻ തമിഴ്. സോ while hearing this song, and what was that feeling? So first when they released a poster and what did they first release? Not poster, teaser. I saw my face and Indran sir's face, which I've been seeing constantly different times, but it felt as though I was watching something magical only because of the music. That music and that I suddenly felt I've acted so well. I suddenly felt Indran sir and myself are looking so amazing, so good. And actually it is your heart connecting to the music. It's the music that spoke louder than the image is what I felt when I saw the music and the teaser. അതിൽ പെർട്ടിക്കുലർ ആയിട്ട് ആ സാരി ചേഞ്ച് ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇന്ദ്രൻസേന്റെ ക്യാരക്ടർ ഇങ്ങനെ ഒരു നോക്കുന്നൊരു മൊമെന്റ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ ആ സ്കോറും ആ സമയത്തുള്ള ആ മൊമെന്റ് ഭയങ്കര മാജിക്കലായിട്ട് തോന്നുന്ന ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ആക്ടറിന്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ സ്കോറും കൂടെ വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്ന ഒരു മ്യൂസിക്കൽ പീസ് ആയിരുന്നു. Thank you. നമുക്ക് വല്ലപ്പോഴുമാണ് നമുക്ക് അങ്ങനെ ഒരു ഫീല് വരിക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് യുണൈറ്റ് ചെയ്തിട്ട് ഒരു സാധനം വരിക എന്ന് പറയുന്നത്. മാം, യു സ്റ്റാർട്ടഡ് യുവർ കരിയർ ഐ തിങ്ക് വിത്ത് അഴകൻ, K. Balachandra sir. A legendary director. You're working with Mammootty sir and with Bhanupriya. What was that experience? Do you remember the first sequence that? Yes, first sequence was an emotional scene, crying and all that. And Balachandra Sorandu, he would act and show me. See, that was the difference between my first film and all other films, including films like Roja, which I did with Mani sir. Mani sir did not tell you what to do. He told you the scene. Then you do as an actor. Whereas Balachandra sir literally taught me how to act, how to walk. So he taught me that scene. You walk like this, you look like this, and you say the dialogue. That was the first day. So I only copied him. But when I copied him, I think something of mine also came out of that. And Bhanupriya ma'am was sitting on the set, and she looked at me and she said, "Nee nariya romba nanna pannuve life la." And that was the first time, first day shooting. The young girl knew absolutely raw. I performed, and I had a senior actress, legendary actress like Bhanupriya ji, very accomplished, who told me that I will do very well in my life. That was the first day. From what about Varsha as a director? What do you feel? How she treats actors? This is Varsha's first film, but her clarity was not. It's as though she has got a lot of experience. Like that, she comes forward. But in my mind, I always think that this is Varsha's first film, and this is not my first film. So I always felt that I have the experience, I know what I'm doing, I know my character, and that is what I wanted to do. But Varsha knew her character more than anybody. She knew the story, she knew all the characters. Not only that, Govindji gave the music for the film much later. But she had a kind of music that she wanted for the film, she had it in her mind. So even when she was doing the scene, there were many scenes we shot where there was no music. But she knew what music it was. She would look for some music from the archive and bring it and say, this is the kind of music I will have later on. So, avlo clarity. There was no music when we actually shot for musical montages. There was no music done by the music director. She had some music. So, that kind of reference music she brought in, avlo clarity, so much clarity she had on the script. So, I really gave myself in her hands. First 2 days I was Madhu on the set. After 2 or 3 days I was not Madhu. I was Leela. Leela. That's your character's name. Yeah. ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടർ
വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ അന്നേരം സൗകര്യമാവില്ലേ? എനിക്ക് വേണ്ട മ്യൂസിക് ഇതാണ്, അതോ? അത് ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി. പിന്നെ എനിക്ക് എൻ്റെ വർക്കിംഗ് പരിപാടി എൻ്റെ പേഴ്സണൽ എൻ്റെ സ്റ്റൈലാണ്. എനിക്ക് ഒരു ഡിസ്കഷൻ സ്പേസ് ആണ്. ഞാൻ ഫസ്റ്റ് കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ എന്താ പറയുക, അത് എൻ്റെ ഒരു ഡിസ്കോഗ്രഫി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95 to 97% ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സാണ്. എനിക്ക് അവരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് വേറെ റെഡി ടു സംസാരിക്കില്ല, ഇത് തന്നെ നടക്കാറില്ല പലരും. സംസാരം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഈ സംഭവം കമ്മ്യൂണിക്കേറ്റ്. കാരണം സിനിമ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് സാധനമാണ് അൾട്ടിമേറ്റ്ലി. പക്ഷെ അതിനകത്ത് ഈ പറയുന്ന ഒരു 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 മാജിക് പരിപാടിയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി സമ്മതിക്കണം. ഡയറക്ടർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല അത്. സോ അതുകൊണ്ടാണ് മ്യൂസിക് ഡയറക്ടർ ഉള്ളത്, സിനിമാറ്റോഗ്രാഫിക് ഡയറക്ടേഴ്സ് ഉള്ളത്. കാരണം അപ്പോൾ ഈ ഒരു സ്പേസ് എനിക്ക് നിർബന്ധമാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദർ ഇസ് നോ പോയിന്റ്. സോ അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. സോ അതുകൊണ്ട് പിന്നെ പക്ഷെ ഈ പറഞ്ഞ മാതിരി കഥ പറയാൻ വരുമ്പോഴേ എങ്ങനത്തെ പാട്ടുകളാണ് വേണ്ടതെന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ വർഷയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ പടത്തിനകത്ത് വൺസ് യു ആർ ഇൻ ടു ദ ക്യാരക്ടേഴ്സ് ഇങ്ങനത്തെ പാട്ടുകളെ നാച്ചുറലി നമ്മൾ തേടി പോകുള്ളൂ. അത് വായിച്ചു കഴിഞ്ഞാൽ വിഷ്വൽസ് കണ്ടിട്ട്, വിഷ്വൽസ് എല്ലാം അപ്പോഴത്തേക്കും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലല്ല, ആദ്യമേ കഥ ഷൂട്ടിന് മുമ്പ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞ് ഓക്കെ ആയിട്ടാണ് പോയത്. കാരണം കഥ സോങ്ങൊക്കെ പാട്ട് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം പടം കണ്ടതിന് ശേഷം തുടങ്ങി. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാൻ ലൊക്കേഷനിൽ ആക്ച്വലി പോയിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു ഷോ ഉണ്ടായിരുന്നു വാരാണസിൽ. ഞാൻ ലൊക്കേഷൻ സ്ഥലങ്ങൾ പോകാറില്ല. എനിക്കൊരു ഷോ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനവിടെ കണ്ടിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് എന്താ നടക്കുന്നതിനുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വാരണാസി എന്ന് പറയുന്ന സ്ഥലത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. ഞാൻ അവിടെ പോയി സ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു 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 ഐഡിയ ഉണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ഐ എം നോട്ട് എ റിലീജിയസ് പേഴ്സൺ. പക്ഷെ എനിക്ക് അവിടെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഞാനൊരു മഹാദേവ എന്ന് പറഞ്ഞ പാട്ടായിട്ട് ഞാനത് കൺവേർട്ട് ചെയ്തത്. അവിടെ കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്ന ഒരു തിരിച്ചറിവുണ്ട്. തിരിച്ചറിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വൈ ഫെയ്ത്ത് ഇസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള സാധനത്തിൻ്റെ ഒരു എനിക്ക് അവിടെ പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വരികയും അതുകൊണ്ട് തമിഴ് പാട്ടുണ്ട്, ഹിന്ദി പാട്ടുണ്ട്, മലയാളം പാട്ടുണ്ട്, സംസ്കൃതമുണ്ട്. എവറിത്തിങ് ഫിറ്റ്സ് വെൽ ഉണ്ട്. ആ സ്ഥലത്തിന് അങ്ങനെ ഒരു ഭയങ്കര പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഞാൻ രാത്രി മുഴുവൻ നടന്നൊറ്റയ്ക്ക് കണ്ടു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഞാൻ ആ പാട്ട് ചെയ്തത്. സോ എനിക്ക് ഈ പടത്തിൻ്റെ ഒരു പേഴ്സണൽ സംഭവം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി ഈ പടത്തിനകത്ത് കണ്ടവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ ലൊക്കേഷൻ ആ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? யா அந்த ஃபீல். ஸோ இவர் அவ்வளோ ரிலீஜியஸ் இல்லை, நான் ஆனால் ரொம்ப ரிலீஜியஸ். ஸோ எனக்கு காஷி போன உடனே எனக்கு ஐ ஃபெல்ட் நான் பாம்பே கேர்ள், சிட்டி கேர்ள், ஆல்வேஸ் இந்த சிட்டி. அப்புறம் ஹாலிடேஸ்லாம் ஃபாரின் கண்ட்ரீஸில் போகிறது. இந்த காஷியில் போன உடனே ஐ ஃபெல்ட் அன் அவேக்கனிங். அண்ட் தென் டு ஒர்க் completely not glamorous, no makeup, nothing. It became very easy. Illata na resist பண்ணிட்டு இருந்தேன். I was resisting to not wear makeup. Varsha director did not want any makeup, but I don't see myself without makeup. I feel makeup makes me look better. I need to look like an actor, all that. But when I went to Kashi, I felt something I can't explain. I experienced something magical. After that, to walk with no chappals, to be very organic, to feel the land. You know, that place brought out that innocence or whatever that character is, Leela. The place brought out Leela for me because I felt all that. I didn't feel the need to wear lipstick. I didn't feel the need to wear makeup. I felt I'm there. So it was very different experience for me. കഥക് സോങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു ട്രെയിനിങ് പരിപാടി ഉണ്ടായിരുന്നു, അതോ കൊറിയോഗ്രാഫി ചെയ്തിട്ട് ഒരു കഥക് എക്സ്പേർട്ട് തന്നെയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രാക്ടീസുകളും മേജറായിട്ട് അവിടെ ചെന്നിട്ട് തന്നെയായിരുന്നു. അപ്പം അതും ഭയങ്കര നല്ല ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു പോകുന്നതിനെക്കാട്ടിലും അവിടെ ഒരു മൊത്തത്തിൽ ഇപ്പം ഞാൻ അവിടെ താമസിച്ച പിറ്റേ ദിവസം നമ്മളെല്ലാവരും കൂടി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ വൈകുന്നേരം ഞാനും അമ്മയച്ഛനും വന്നിരുന്നു. വാരണാസി ആയതുകൊണ്ട് അമ്മയച്ഛനും വന്നു. അപ്പം ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പം മൊത്തത്തിൽ ഇപ്പം വളരെ
മെക്കാനിക്കലായിട്ട് വേണമെങ്കിൽ ഒരു ഡാൻസിന്റെ പാട്ടാണ്, അല്ലെങ്കിൽ ഒരു ആ പാട്ട് ഫുൾ ഒരു ഡാൻസ് സീക്വൻസ് ആണ്. അപ്പൊ അത് മെക്കാനിക്കൽ ആവാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്ഥലം തന്നെയാണ് ഇതിനും ഹെൽപ്പ് ചെയ്തത്. ഈ ഒരു അതിന്റെ എക്സ്പ്രഷൻസ് ആണെങ്കിലും കഥക്കിന് ഇതിലിപ്പോ ഈ പാട്ടിലാണെങ്കിലും നമുക്ക് ലിപ്സിങ്ക് ഇല്ല, അതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഫേസിലാണ് ഇത് വരേണ്ടത്. അപ്പം ദർ ഇസ് സംതിങ് ദാറ്റ് ഉള്ളിൽ തട്ടണം എന്നാണ്. അപ്പൊ എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരാണെങ്കിൽ അവര് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. അത് എനിക്ക് തോന്നുന്നു കഥക്കിന്റെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര ഗ്രേസ് ആണ്. അവര് എല്ലാ കമ്മ്യൂണിക്കേഷനും ഫേഷ്യൽ എക്സ്പ്രഷൻസിലാണ് വരിക. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. അപ്പൊ അതും പിന്നെ കുറച്ച് കഥക്കിൻ്റെതായിട്ടുള്ള സ്പിന്ന് അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവിടെ എത്തുമ്പോൾ നമുക്കൊരു എനർജി ഉണ്ടാവുമല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ. ഒരു ഡാൻസ് ട്രെയിനിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് കുറെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് ടെക്നിക്കലി കറക്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഈ സ്പിന്നൊക്കെ കുറച്ച് എനിക്ക് ഇടയ്ക്ക് പാളിപ്പോവും, കിട്ടൂല, അപ്പൊ വീണ്ടും അടുത്ത ടേക്ക് എടുക്കണം. അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷൻസ് അങ്ങനത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് എല്ലാം കഴിഞ്ഞ് കാണുമ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാണുമ്പോ ഭയങ്കര ഇമോഷണലായി. എന്റെ അമ്മയും പറഞ്ഞു ഭയങ്കര ഇമോഷണലായി കണ്ടിട്ട്, ബിക്കോസ് അവരും ഫുൾ ടൈം ഷൂട്ടിന്റെ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ അന്ന് സത്യം പറഞ്ഞ ആ സ്ഥലം അത്ര എൻജോയ് ചെയ്തോന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം ആ പാട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ഓരോ മെമ്മറീസ് ആയിട്ടും എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ. ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആണ് അവിടെ. അപ്പൊ അത് ഓരോന്നായിട്ട് വരുന്നത് പാട്ട് കാണുമ്പോഴാണ്. അല്ല അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. കാരണം ഇപ്പൊ ഞാൻ അഗൈൻ കമ്മിങ് ബാക്ക്, ഇപ്പൊ പാട്ടാണ്, ഡാൻസ്, ഇതൊരു ഒറ്റ ലൊക്കേഷനാ. എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ ഒരു സെറ്റോ സ്റ്റുഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട്. സോ അപ്പൊ അതല്ലാണ്ട് അവിടെ തന്നെ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് എവറിത്തിങ് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഏറ്റവും തിരക്കുള്ള സ്ഥലത്താണ്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. അവിടുത്തെ തണുപ്പും വെതറും എല്ലാം അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഇതിന്റെ ക്യാരക്ടറിനെ പറ്റി കൂടെ ഒന്ന് പറയാമോ? ഞാൻ ഇന്ദ്രൻ സാറിന്റെ മോളായിട്ടാണ്, ജാനകി എന്നാണ് പേര്. അപ്പം ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഗസ്റ്റ് റോളാന്ന് അറിയാം. പക്ഷെ വെറുതെ ഇപ്പൊ നമ്മൾ വന്നിപ്പോ ഈ ഡാൻസ് കളിച്ച് പോവുക അങ്ങനത്തെ ഒരു ഇതിനപ്പുറത്തേക്ക് എന്റെ ക്യാരക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. പിന്നെ ഇതിലൊരു വളരെ കുറച്ച് സമയം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അച്ഛനും മോളും തമ്മിലുള്ള റാപ്പും ഉണ്ട്. അത് ഭയങ്കര ടച്ചിങ് ആണ്. ശരിക്കും ഭയങ്കര രസമാണ്. കോൺവെർസേഷൻസ് ആണെങ്കിലും മിക്കപ്പോഴും ഫോൺ കോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കോൺവെർസേഷൻസ് ആയിരിക്കും. വളരെ ചെറിയ സമയത്താണെങ്കിലും ആ ഒരു റിലേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ക്യാരക്ടറിന്റെ ഒരു മെയിൻ ഓവറോൾ. ഇന്ദ്രൻ സാറിന്റെ കാര്യം പറയുമ്പോൾ കരിയറിലെ ഏറ്റവും പീക്ക് പെർഫോമൻസുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ആസ് ആൻ ആക്ടർ. വർക്കിംഗ് വിത്ത് ഹിം, വാട്ട് ഈസ് ദാറ്റ്? Yeah, working with Indran sir is amazing, and now he is being celebrated by the whole country, which is, he completely deserves it, because he's so natural and so subtle. So sometimes, I didn't even know that he's doing the scene. Like when we were doing the rehearsals also, it was the same. When we were doing the take also, it was the same. I used to think he's marking the lines or he's memorizing, but that was his performance. So for me as an actor to know that you can be so subtle is something that I learned from him. And he's an amazing human being, because he doesn't make any noise, he doesn't make any demands. He's so quiet, and all, coming from where I come from, all this is very new for me. So it was very nice experience working with him. Okay. What about, can you explain your role as Leela, that character? Leela is a Tamil girl, and something brings her to Varanasi. There she meets the stranger, which is Indran sir. And it is a relationship of two strangers. There is no relationship. It's not boyfriend, it's not husband, it's not friends. It's just two human beings who have a connection, who have a bond. And this is all only that. There's just that. In today's world, everything is so fast paced, all guns and cars and dance, heavy dance and all that. Amongst all that, you just see a small connection of human heart, human soul, real people, real thing. It is time to drop all the noise and just enjoy a bond,
a relationship which has no meaning, which has no definition, which is enhanced by that soulful music. That is the actually a third language. The music is, from what I see, is the language that will connect. That's the role. It's one lady, one man. Actually, not even lady and man. I would like to say two human beings, two souls making a bond, and that entire story is only that. It's a relationship which has no definition. He's not my husband. He's not my friend, but just human beings. ഓക്കെ. അപ്പോൾ ഈ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള രണ്ടുപേരുടെ പ്രണയം, അതെനിക്ക് തോന്നുന്നു ഗോവിന്ദ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടോണർ അല്ലാതെ. എല്ലാ തരത്തിലുള്ള പ്രണയവും ഞാൻ ചെയ്തു കഴിഞ്ഞു. എല്ലാ ഏജുകൾക്കും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഇപ്പം ഒരുപാട് ചെയ്തു. അപ്പൊ അടുത്ത സാധനം ചെയ്യുമ്പോൾ ഇതിനെങ്ങനെ വേറൊരു ഡയമെൻഷൻ കൊടുക്കാം? ഞാനങ്ങനെ നെസസറിലി ആൾക്കാർ പറയാറുള്ള കംപ്ലൈന്റ് കൂടിയാണ്. ഞാൻ അങ്ങനെ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേഞ്ച് കൊണ്ടുവരാൻ നോക്കാറില്ല. എനിക്ക് ഈ പടത്തിന് എന്താണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നതാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, ഇത് കഴിഞ്ഞ പടത്തിൽ ചെയ്ത മ്യൂസിക്കിന്റെ ഒരേ മൂഡാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ നോക്കാം. ഒന്നാമത് എനിക്ക് വരുന്ന പടങ്ങൾ ഈ പ്രണയം ആ ഒരു ഇമോഷണൽ ഏരിയയിലുള്ള സാധനങ്ങളാണ്. സോ ഈ ഒരു ഇമോഷണൽ പരിപാടികൾക്ക് എനിക്കറിയാവുന്ന ഇമോഷണൽ സാധനങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്നിലുള്ള സാധനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുള്ളൂ. സോ വേറെ ഡിഫറെന്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങോട്ട് ഇത്രയും പ്രണയം ഉണ്ടാവും ഒരു മനുഷ്യനോട്? ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പൊ ഇത് ഏജ് എന്നുള്ള സംഭവത്തിനേക്കാൾ ഈ പറഞ്ഞ മാതിരി രണ്ട് മനുഷ്യരുടെ ഇടയിലുള്ള ഇമോഷൻസിനെയാണ് ഇത് സംസാരിക്കുന്നത്. പ്രണയം എന്ന് പറയുന്ന ഒരു മാറ്റർ ആവുന്നില്ല പലപ്പോഴും. ഇതിനകത്ത് ഒരാൾക്ക് മറ്റൊരാളോട് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അല്ല പറയാ ആക്ച്വലി വാക്ക്, മറ്റൊരാളുടെ ഇമ്പോർട്ടൻസ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേറൊരു മനുഷ്യന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് ഇത് സംസാരിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ മ്യൂസിക്കലി അഡ്രസ് ചെയ്യുന്ന വെച്ചാൽ പ്രിറ്റി ഈസി. ഭയങ്കരമായിട്ട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെരി സിമ്പിൾ പരിപാടികളാണ്. ഫ്ലൂട്ട്, വയലിൻ, അതൊക്കെ തന്നെ സാധാരണ ഇൻസ്ട്രുമെന്റുകൾ. I loved what you said. The importance of another human being, not that is that how somebody is useful or important to you. ഇമ്പോർട്ടൻസ് ഭയങ്കര പ്രാധാന്യം, അതാണ് ഇതിന്റെ സോളം. ചിലപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ കുറച്ചു നേരം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഡ്രൈവ് ചെയ്ത് ഫ്രണ്ട് സീറ്റിൽ നമുക്ക് കൊണ്ടുപോകും. അത് അവർക്ക് അവരാരാണെന്ന് പോലും അറിയണ്ടാവില്ല. ചിലപ്പോൾ ഇമോഷണലി അറിയണ്ടാവില്ല. നമുക്കത് അലോ ചെയ്തേ പറ്റൂ ചില സമയങ്ങളിൽ. അതൊരു ഇൻട്രസ്റ്റിംഗ് ജേർണി ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ജേർണി ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. മാം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് early 90s. Do you think the portrayal of woman evolved from that time? Yeah, life has changed. Movies, it reflects our society, and society has changed. Everything about women, the place of women in our society has changed. At least the conversations are different. So our movies reflect that. Other for sure. In our time, we accepted it. There was no question that it is hero's domain. Movie industry is hero. So no matter how successful you are as an actress, a hero always took that position of being, better in the billing. Hero, then only heroine. Like that, it was, and it was not a debate. It was not a controversy. It was how it was. But now I see no girl is ready to accept that. They are talking about pay parity. They are talking about work hours. And everything, there is a voice of women now. Even in the set, every technician is a girl. I worked on a set where assistant directors are girls, directors are lady director on this. There are so many women in our production set. In the 90s, there was never a woman, only female actors. If there is a coffee was full of women. So that position has changed. Women are now, whatever it is, not feminist madri illa, it is not more powerful than a man or anything like that, but women have a voice, and that is a change from 90s to. എനിക്ക് ക്യാരക്ടർ വൈസ് തോന്നുകയാണെങ്കിൽ എനിക്കിപ്പം കുറച്ചും കൂടെ ഫോഴ്സ്ഡ് ആയിട്ട് ഇപ്പൊ ഫീമെയിൽ ക്യാരക്ടർ അങ്ങനെയല്ല,
പണ്ടത്തെ സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യോധയാണെങ്കിലും നമ്മൾ ഉർവശിയുടെ കുറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വളരെ ഈസി ആയിട്ട് അവരുടെ ഇമ്പോർട്ടൻസ് അവർ ഫുള്ളായിട്ട് ഉണ്ട് സിനിമയിൽ. ആൻഡ് അത് അവര് നല്ല ഇമ്പാക്ട് തന്നിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ. ഇപ്പോ കുറച്ച് ഇങ്ങനെ എനിക്കിപ്പോ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഫീമെയിൽ സെൻട്രിക് സിനിമയാന്ന് പറയുന്നതിൽ താല്പര്യമില്ല. ലൈക്ക് എവറിത്തിങ് ഇസ് സിനിമ. അതിനുവേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഇപ്പം നാച്ചുറലി വരുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അതിലിപ്പം എന്ത് ഇമ്പോർട്ടൻസ് ആണെങ്കിലും എനിക്ക് അതിൽ പ്രശ്നമില്ല. ബട്ട് ഇറ്റ് ഹാസ് ടു കം നാച്ചുറലി. ഒരു കഥ എഴുതുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് അത് വരണം. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഇത് ഇന്ന ഫീമെയിൽ സെൻട്രിക് സിനിമയാണ് എന്ന് ഒരു ടാഗും കൊടുത്ത് പിന്നെ അതിന്റെ പിന്നാലെ കുറെ പ്രൊഡക്ഷൻ പ്രശ്നങ്ങളും അതും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പം എവറി ഗുഡ് ഫിലിം വിൽ വർക്ക്. ഇപ്പം ലോക ഇസ് വൺ വെരി ബിഗ് എക്സാമ്പിൾ അബൌട്ട് ദാറ്റ്. നോബഡി ക്ലെയിംസ് ഇറ്റ് ടു ബി എ ഫീമെയിൽ സെൻട്രിക് ഫിലിം ഓർ എനിത്തിങ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് നല്ല ഹിറ്റ് ആയതുകൊണ്ട് ആരും വിമൻ സെൻട്രിക് എന്നതിനെ വിളിക്കുന്നില്ല, തിരിച്ചാണ് വിളിക്കുന്നത്. അപ്പം സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട്. ഇപ്പൊ പണ്ടത്തെ സിനിമകളുടെ ഡ്യൂറേഷൻസ് നോക്കുകയാണെങ്കിലും ഭയങ്കര ഇവന്റ്ഫുൾ ആണ്, നമുക്ക് ബോറടിക്കുകയില്ല. കുറെ സിനിമകൾ ഭയങ്കര ഈസി ആയിട്ടാണ് എല്ലാ സീൻസ് ആണെങ്കിലും എല്ലാം എഴുതിയിട്ടുള്ളത്. എല്ലാം ഞാൻ യോജിക്കുന്നതല്ല, പക്ഷെ ഐ ഫെൽറ്റ് ദാറ്റ് കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് ഫീമെയിൽ പ്രസൻസിനെ കൊണ്ടുവരാൻ എനിക്ക് പണ്ടത്തെ സിനിമകളിലാണ് കുറച്ചും കൂടെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം എല്ലാവരും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എല്ലാം ഭയങ്കരമായിട്ട് ഇങ്ങനെ വേണം വെച്ചിട്ട് ഇത് ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം. എനിക്ക് അങ്ങനെ അതെനിക്ക് തോന്നിയിട്ടില്ല. ലൈക്ക് നാച്ചുറലി വരുന്ന പോലെ ക്യാരക്ടേഴ്സ് വരണം തന്നെയാണ് ആഗ്രഹം. ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ചില ആശകളുണ്ടാവും, ചെറിയ ചെറിയ ചിന്ന ചിന്ന ആശയം കാണും. നിങ്ങളുടെ ലൈഫിൽ ഷെയർ ചെയ്യാൻ തോന്നുന്ന ഒരു ചിന്ന ആശ അതെന്താന്ന് പറയാം? സമാധാനം വേണം. ഇന്ത്യപ്പിക്കാൻ വേണ്ടി നല്ലതായിട്ട് വരുമായിരുന്നു. എനിക്ക് വരുന്ന ഞാനങ്ങനെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാനങ്ങനെ ഒരു ഡ്രീം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. എനിക്കിങ്ങനെ ആരും കൂടെ വർക്ക് ചെയ്യണമെന്നില്ല. എനിക്ക് സിനിമ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ചെറിയ ചെറിയ ഗോളുകളേ ഉള്ളൂ നാളത്തേക്കുള്ള. ഇപ്പൊ എനിക്കൊരു മകനായി. സോ എനിക്കൊരു 6-7 കൊല്ലം കൂടിയൊക്കെ മരിക്കാതെ മുമ്പോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അത്ര now I live my daily life very joyfully with small things. But ஒரு ட்ரீம்னா என்னன்னா, இப்போ நான் ஒரு மதர், ஐ ஹாவ் 2 daughters. அண்ட் அவங்க ஸ்கூலில் இருக்கச்சு அவங்க ஸ்டேஜில் போவாங்க, அவார்டு வாங்குவாங்க, நம்ம உட்காந்து கை தட்டுவோம். என்னோட சின்ன ஆசை என்னன்னா, நான் அவார்டு வாங்கணும், அவங்க உட்காந்து എനിക്ക് ചെറിയ ഞാൻ ആക്ച്വലി ഈ അടുത്തായിട്ടാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം. ഒറ്റ മോളായതുകൊണ്ട് കുറച്ചധികം വീട്ടിലിരുത്തിയിട്ടാണ് എന്നെ വളർത്തിയത്. അപ്പൊ ഞാൻ എറണാകുളത്തേക്ക് മാറിയതിന് ശേഷമാണ് കുറച്ചും കൂടെ ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണും. ഈ അടുത്തുള്ള പല സ്ഥലങ്ങൾ പോലും ഞാൻ മര്യാദയ്ക്ക് കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ചെറിയ യാത്രകൾ പോകുന്നതും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആഗ്രഹങ്ങളും അങ്ങനത്തെയാണ്. എവിടെയെങ്കിലും ഒന്ന് പോവുക, സമാധാനത്തിലിരിക്കുക, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അത്. ചെറിയ സ്ഥലങ്ങൾ നല്ല ഒരുപാട് നമുക്ക് ചില സ്ഥലങ്ങൾ നേച്ചർ ഭയങ്കര കണക്ട് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരാളേ ആയിരുന്നില്ല, എനിക്ക് മനസ്സിലാവുകയില്ലായിരുന്നു. ആൾക്കാർ നേച്ചർ എന്തോ പറയുമ്പോഴൊന്നും മനസ്സിലാവില്ലായിരുന്നു. അത് കുറെ സ്ഥലങ്ങൾ പോയി തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു രസം മനസ്സിലായത്. ഐ റിയലി എൻജോയ് ഇറ്റ്. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പറ്റുക എന്നുള്ള. ഓക്കെ, അപ്പം വർഷ വാസുദേവന്റെ ചിന്ന ചിന്ന ആശയ്ക്ക് എല്ലാവിധ ആശംസകളും. Thank you so much. Thank you.